Good morning, my dear students. പ്രോസസ് ഓഫ് ബിഹേവിയർ. ഇപ്പം നമ്മൾ ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതിൽ ബേസിക് ആയിട്ട് പഠിച്ചു ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ, അങ്ങനെ വന്നിട്ടാണ് ഓർഗനൈസേഷണൽ ബിഹേവിയറിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ഹ്യൂമൻ ബിഹേവിയറിൻ്റെ നേച്ചർ, ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി, ആ കുട്ടിയുടെ ബിഹേവിയറിൻ്റെ നേച്ചർ അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇൻ ജനറൽ ആയിട്ടേ മനസ്സിലാവുള്ളൂ. അല്ലാതെ നമ്മൾക്ക് ആ സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ട് ഇപ്പം എനിക്ക് പർട്ടിക്കുലറായിട്ട് എല്ലാ കാര്യം അറിയാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവിടുത്തെ എംപ്ലോയീസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് ജനറലായിട്ടേ അറിയുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ എങ്ങനെയായിട്ട് അറിയേണ്ടതാണ്? പർട്ടിക്കുലർ. ജനറൽ ആൻഡ് പർട്ടിക്കുലർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നിങ്ങൾ മാനേജറിയൽ ഇക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു ടേമാണ് പർട്ടിക്കുലർ, ജനറൽ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ബിഹേവിയർ നമുക്ക് ജനറലായിട്ടും OBയുടെ ബിഹേവിയർ നമുക്ക് പർട്ടിക്കുലറായിട്ടാണ് അറിയുന്നത്. ഇത് അറിയുക എന്നുള്ളതാണ് മാനേജേഴ്സിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ജോബ്. ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയേണ്ടതാണ്? ആ എംപ്ലോയീസ് മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് കുറച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് അവരുടെ ബിഹേവിയറിൻ്റെ നേച്ചറിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ മാനേജർക്ക് ഇഫക്റ്റീവായിട്ട് അവിടെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിൻ്റെയും ബിഹേവിയറിനെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ ഉണ്ടായിരിക്കണം. അറ്റ് ദ സെയിം ടൈം ഏത് ഓർഗനൈസേഷനിലാണോ ആ മാനേജർ വർക്ക് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനെ കുറിച്ചൊരു പർട്ടിക്കുലർ, ആ ഓർഗനൈസേഷൻ്റെ ബിഹേവിയറിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ നോളജ് ഉണ്ടായിരിക്കും. പിടികിട്ടിയില്ലേ? അല്ലെങ്കിൽ ആ പണിക്ക് പോകാതിരിക്കുക നല്ലത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജനറലായിട്ട് ഇങ്ങനെ അറിയുമ്പോൾ എന്തുണ്ടായിരിക്കും? കുറേ ജനറലൈസേഷൻ വരും. ഇപ്പം നിങ്ങൾ ചിലരുണ്ട് ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കാണിക്കും, അങ്ങനെ നേരിട്ട് കാണുമ്പോൾ അയ്യോ ഭയങ്കര റെസ്പെക്റ്റോട് കൂടി നിൽക്കലും ഒതുങ്ങി നിൽക്കലും, അയ്യോ ഭയങ്കര ഇതായിരിക്കും. അങ്ങോട്ട് തിരിഞ്ഞിട്ട് അയ്യോ ആ ടീച്ചറെ പറ്റിയിട്ട് എന്തൊക്കെ അനാവശ്യമായിരിക്കും പറയുന്നത്. പറയണില്ല, വേർഡ്സൊക്കെ പലതും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് നല്ല ഒബീഡിയൻ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ എന്തുണ്ടായിരിക്കും? ജനറലൈസേഷൻ വരും. എന്ത് നല്ല കുട്ടിയാണ്, ജനറലൈസേഷൻ വരും. അപ്പം അങ്ങനെ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അങ്ങനെ പലതിനെയും പറ്റിയിട്ട് ഇപ്പം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ, നമ്മൾ പറയും ഞാനിങ്ങനെയൊന്നല്ല വിചാരിച്ചത് അവളെ പറ്റി, അയ്യോ ഇങ്ങനത്തെ സ്വഭാവം അറിയില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി, രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെ പലതും. അപ്പം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ കണ്ട ആ ഒരു ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ജനറലൈസേഷൻ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായത്. അപ്പം ജനറലൈസേഷൻ ഉണ്ടായിരിക്കും. അത് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എക്സ്പീരിയൻസ്. ഇപ്പം ചിലർക്ക് ഉണ്ടായിരിക്കും അങ്ങോട്ട് അവളുടെ അടുത്ത് അങ്ങൊന്നും കൂട്ടുകൂടണ്ട കേട്ടോ, അവളൊരു ജാതി സ്വഭാവം. അപ്പൊ കേട്ട പതി കേൾക്കാത്ത പതി കേട്ട ആള് വിശ്വസിച്ച് ആ ഏരിയയിലേക്ക് പോകാതിരിക്കും. ചിലപ്പോൾ ആ കുട്ടി വളരെ നല്ല കുട്ടിയായിരിക്കും, ഈ പറഞ്ഞ ആളായിരിക്കും ഇത്തിരി പെശകായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്ക് ആ കുട്ടീനെ ഇഷ്ടമില്ലാത്ത കാരണം ആ കുട്ടീനെ ആരും ഇഷ്ടപ്പെടരുത് എന്നുള്ളില് ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും. അത് വിശ്വസിച്ച് കുറെ പേര് അതർ എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ചിലരുണ്ടായിരിക്കും, അത് കൺസിഡർ ചെയ്യേയില്ല. എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ, നീ എന്താ അങ്ങനെ പറയണത്, ആ കുട്ടി നല്ല കുട്ടിയാണല്ലോ, ആ കുട്ടി അങ്ങനെ ആണല്ലോ, പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയും. അപ്പോൾ നമ്മൾ ജനറലൈസേഷൻ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ജനറലൈസേഷൻസ് ഹ്യൂമൻ ബിഹേവിയറിനെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് അവരെ പറ്റിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വളരെ നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, അതിന് അങ്ങനെ ഒരു പ്രഡിക്ഷൻ നമുക്ക് വരാനായിട്ട്. ഇപ്പം നമുക്ക് ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഇന്ന കുട്ടി ഇങ്ങനെയായിരിക്കും ആക്ട് ചെയ്തത്, ഇന്ന കുട്ടി ഇങ്ങനെയായിരിക്കും എന്നുള്ളത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താ വെച്ചാൽ നമ്മൾ അവരുടെ ബിഹേവിയറിനെ കുറിച്ച് ഒരു ജനറലൈസേഷനിലേക്ക് വന്ന കാരണം. അപ്പം അങ്ങനെ ഒരു മാനേജർ അങ്ങനെ ജനറലൈസേഷൻ ചെയ്യുമ്പോൾ എന്തറിയാനായിട്ട് സാധിക്കും? എംപ്ലോയീസ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക, എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക,
ആ ആ ആളോട് പറഞ്ഞ് അതൊക്കെ ചെയ്തു തരും. ഇപ്പൊ നമ്മുടെ കോളേജിലാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പ്രിൻസിപ്പൾ ഓരോ ടീച്ചേഴ്സിനെയും ജനറലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അയിന്ന ടീച്ചറോട് പറഞ്ഞാൽ അത് ചെയ്തു തരും. അതുപോലെ ടീച്ചേഴ്സ് ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് ആ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്യും. ജനറലൈസേഷൻസ്. അപ്പൊ അതനുസരിച്ച് ജനറലൈസേഷൻസ് ചെയ്യണം. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് ജനറലൈസേഷൻ ചെയ്യണം. ഓർഗനൈസേഷൻ ബിഹേവിയറിൽ ഒരു ഓർഗനൈസേഷനിൽ, അതായത് എംപ്ലോയീസിന്റെ റിയാക്ഷൻസ്, ആക്ഷൻസ് പ്രെഡിക്റ്റ് ചെയ്ത് അതനുസരിച്ച് അവർക്ക് വർക്ക് അസൈൻ ചെയ്യാനായിട്ട് ഒരു മാനേജറെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അവരെ മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ഇത് സഹായിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ കുറേ വേരിയബിൾസ് ഉണ്ടാക്കും. അതായത് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ നമുക്കിങ്ങനെ പർട്ടിക്കുലർ ആയിട്ട് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ജനറലൈസേഷൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ കുറേ വേരിയബിൾസ് അവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കുറേ വേരിയബിൾസ്, ചിലർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞാൽ ദേഷ്യം വരും, ചില കാര്യങ്ങൾ എത്ര ഇതായാലും അവർ വളരെ മൈൽഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇന്റർ റിലേറ്റഡ് ആയിരിക്കും, ഇന്റർ കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഹ്യൂമൻ ബിഹേവിയറിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ള കുറേ മോഡൽസ് ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷന് സാധിക്കുന്നതാണ്. പ്രോസസ് ഓഫ് ബിഹേവിയർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഒരു മോഡലാണ് SR മോഡൽ. SR മോഡൽ എന്ന് പറയുന്നത് അതിൽ വിച്ച് കോഴ്സ് ഹ്യൂമൻ ബിഹേവിയർ ആണ്, എന്തുകൊണ്ടാണ് ഹ്യൂമൻ ബിഹേവിയർ അങ്ങനെ വരുന്നത്, എന്താണ് അതിന്റെ റീസൺ. അത് ഇന്റേണൽ ഫീലിംഗ് ആയിരിക്കാം, എക്സ്റ്റേണൽ എൻവയറമെന്റ് ആയിരിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര പേഴ്സണലായിട്ട് കുറച്ച് വിഷമമൊക്കെ ആയിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഞാൻ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പോൾ ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല ക്ലാസ് എടുക്കാനായിട്ടുള്ളത്. അപ്പം ഞാൻ ഞാൻ അങ്ങനെ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുക്കാതെ പറ്റില്ലല്ലോ, അവർ ക്ലാസ് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇന്ന് എന്താ പറ്റിയ ടീച്ചർക്ക് എന്ന് ടീച്ചറുടെ ക്ലാസ്, അയ്യോ ടീച്ചർക്ക് ഇന്ന് എന്തോ പോലെ ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ഉള്ളിൽ വിചാരിക്കും. അപ്പോൾ അതിൽ നിങ്ങളതിന് ജനറലൈസേഷൻ കാണും. ഹ്യൂമൻ ബിഹേവിയർ എന്തുകൊണ്ടാണ് അങ്ങനെ ആകാനുള്ളത്. അപ്പം നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്യും. എന്താണാവോ, അതായിരിക്കുമോ ഇതായിരിക്കുമോ, അങ്ങനെയുള്ളത് നിങ്ങൾ കുറച്ച് അസ്യൂം ചെയ്യും. അതായത് ആ പർട്ടിക്കുലർ പേഴ്സൺ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു, ഇന്റേണൽ ഫീലിംഗ്. അതുപോലെ എക്സ്റ്റേണൽ എൻവയറമെന്റ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വിചാരം ഞാൻ നന്നായി കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നൊരു ഭയങ്കര ഇതിലൊക്കെയാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തോ ഒരു കുട്ടി എന്നോട് വളരെ മോശമായിട്ട് എതിർത്തൊക്കെ സംസാരിച്ചു. ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു സ്റ്റുഡൻ്റ് എല്ലാവരുടെ മുന്നിലും വെച്ച് എന്നോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുമെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും മുന്നിൽ വെച്ച് ആ കുട്ടി ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ട് എന്നോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കരമായിട്ട് വിഷമം തട്ടി. പിന്നെ എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും എനിക്കെന്തോ ഭയങ്കര വിഷമമായിട്ട് ഞാൻ വളരെ മോശമായി, അത്ര നന്നായിട്ടൊന്നും ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇൻറ്റേർണൽ ഫീലിങ്ങും നമ്മുടെ ബിഹേവിയറിനെ, പിന്നെ ഞാൻ നിങ്ങളോടൊന്നും മിണ്ടുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു ചിരിക്കിച്ച് സംസാരിക്കുന്നില്ല, ഒരു സന്തോഷം കാണിക്കുന്നില്ല, അങ്ങനെ കുറേ എൻ്റെ ബിഹേവിയറിൽ നിങ്ങളുടെ ക്ലാസ്സിൽ കുറേ നിങ്ങൾക്കത് ഭയങ്കര ഞാൻ വളരെ മോശമായിട്ട്, അതായത് നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല, ജസ്റ്റ് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നുള്ളതായിട്ട് പോകുന്നു. അപ്പം ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ടുള്ള കാരണം ഒന്നുകിൽ എൻ്റെ ഇൻറ്റേർണൽ ഫീലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെയാണെന്നാണ് പറയുന്നത് ഈ മോഡൽ, SR മോഡൽ. അതായത് സ്റ്റിമുലസ് റെസ്പോൺസ്. അതായത് നമുക്ക് എന്തെങ്കിലും സ്റ്റിമുലേഷൻ, മോട്ടിവേഷൻ, നമുക്ക് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ, അതാണ് അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ആ മോട്ടിവേഷൻ കിട്ടുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് ആ വർക്ക് അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അപ്പം അതനുസരിച്ച് ഔട്ട്പുട്ട് വരുന്നതായിരിക്കും, റെസ്പോൺസ് അതനുസരിച്ച് ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളതാണ് SR SR മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിന്റെ ഭയങ്കര ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പേഴ്സൺ ഈസ് ഇമ്മൊബൈൽ ആൻഡ് പാസീവ്. പേഴ്സണൊരു പ്രത്യേകിച്ച് ഒരു ഇതൊന്നുമില്ല, അവിടെ ഇരിക്കുന്നു. എനിക്ക് എങ്ങനെയാണോ മോട്ടിവേഷൻ കിട്ടുന്നത് അതനുസരിച്ച് ഞാൻ റെസ്പോൺസ് ചെയ്തുകൊണ്ടിരിക്കും. മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നത് അത് ശരിയല്ലല്ലോ. അത് തന്നെയാണ് ഈ മോഡലിന്റെ ഒരു എന്തായിട്ട് വരുന്നത്, ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്. അടുത്തൊരു മോഡലാണ് പ്രോസസ് ഓഫ് ബിഹേവിയറിന്റെ SOBA മോഡൽ. SOBA മോഡൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള മോഡലാണ്. ഇതിൽ SR സിറ്റുവേഷനും ഹ്യൂമൻ ബീയിങ്ങും ഇൻക്ലൂഡഡ് ആണ്. മറ്റേതിൽ ഹ്യൂമൻ ബീയിങ് വരുന്നില്ല, ഹ്യൂമൻ ബീയിങ് പാസീവായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഇമ്മൊബൈലായിട്ട് ഇരിക്കുന്നത്. ഇതിൽ ഹ്യൂമൻ ബീയിങ്ങിനും ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്.
അതിൽ SOBA എന്ന് പറഞ്ഞാൽ ഒ എന്ന് പറയുന്നത് പാസീവ് അല്ല, ഇമ്മൊബൈൽ അല്ല, അത് മീഡിയേറ്റിംഗ് ആണ്, മീഡിയേറ്റിംഗ് ഫാക്ടറായിട്ട് വരുന്നുണ്ട്. അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തുക, S&R അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നതാണ് ഇതിൽ വരുന്നത്. ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ കൊടുക്കുന്നത്, എക്സ്റ്റേണൽ എൻവയറമെന്റ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളൊക്കെ വളരെ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, നന്നായിട്ട് എന്നോട് ഞാൻ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഡൗട്ട്സ് ഒക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അതൊക്കെ പറഞ്ഞു തരാനും. കുട്ടികൾ വേണം. അപ്പം ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരുമ്പോൾ ആ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഡൗട്ട് ചോദിക്കില്ല, അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം. ആ മോട്ടിവേഷനോട് കൂടിയിട്ടായിരിക്കും ഞാൻ ക്ലാസ്സിൽ വരുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ എൻവയോൺമെന്റൽ സിറ്റുവേഷൻസ്, അതാണ് അവിടെ എസ്സിൽ വരുന്നത്. അത് ഒന്നെങ്കിൽ ലേറ്റ് ആയിരിക്കും, നല്ല നല്ല ലേറ്റിംഗ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ്, ഹീറ്റ്, സൗണ്ട്, ആക്ഷൻസ് ഓഫ് സൂപ്പർവൈസേഴ്സ്, അങ്ങനെ വരുന്നത്. അതോടൊപ്പം തന്നെ നല്ല നേച്ചുറൽ ഫീലിംഗ് നല്ലതായിട്ട് ഉണ്ടായിരിക്കുക, ഒരു ഇൻട്രപ്ഷനും ഉണ്ടായിരിക്കരുത്. അങ്ങനെ നല്ല ഒരു വർക്കിംഗ് എൻവയറമെന്റ്, ഫിസിക്കൽ എൻവയറമെന്റ്, സോഷ്യോ കൾച്ചറൽ എൻവയറമെന്റ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല രസം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തുണ്ടായിരിക്കും? അവിടെ നല്ലൊരു മോട്ടിവേഷൻ, സ്റ്റിമുലസ് വരുന്നത്. അതാണ് അവിടെ എസ് എന്ന് പറയുന്നത്. ഒ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓർഗാനിസം, എസ് ദ പേഴ്സൺ, ഒരു ഓർഗാനിസം ആയിട്ട് വരുന്നു. അതായത് ഫിസിയോളജിക്കൽ ഇതിൽ മാത്രമല്ല വരുന്നത്, ഹെറിഡിറ്ററി, മെച്യൂരിറ്റി, നോളജ്, സ്കിൽസ്, വാല്യൂസ്, പെർസെപ്ഷൻസ്, ആറ്റിറ്റ്യൂഡ്സ്, പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇതൊക്കെ നമ്മൾ എന്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ വർക്കിംഗ്, നമ്മളുടെ റെസ്പോൺസിനെ, നമ്മളുടെ റിയാക്ഷൻസിനെ, ആക്ഷൻസിനെയൊക്കെ ഇതാക്കുന്നുണ്ട്. ബി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബിഹേവിയർ ആണ്. അത് ഓവർട്ട് ബിഹേവിയർ ഉണ്ട്, കൺവേർട്ട് ബിഹേവിയർ ഉണ്ട്. അത് ഓരോരുത്തരുടേതനുസരിച്ച് ബിഹേവിയർ ഉണ്ടായിരിക്കും. നല്ല ടോക്കിംഗ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എപ്പോഴും വരുന്നവരുണ്ടായിരിക്കും, ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നവരുണ്ടായിരിക്കും, നല്ല സെന്റിമെന്റ്സ് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, നല്ല തിങ്കിങ് ഹാബിറ്റ് ഉള്ളവരായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരും. എ എന്ന് പറയുന്നത് അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ കോൺസിക്വൻസസ്, അവിടെ ഔട്ട്പുട്ട് വരുന്നതാണ്. അപ്പം ബിഹേവിയർ അനുസരിച്ച് നമുക്ക് അക്കംപ്ലിഷ്മെന്റ് കിട്ടുന്നതാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് അക്കംപ്ലിഷ്മെന്റ്സ് മേ ഫർദർ ചേഞ്ച് സ്റ്റിമുലസ് കണ്ടീഷൻ. അക്കംപ്ലിഷ്മെന്റ് ആകുമ്പോൾ നല്ല റിസൾട്ട് ഒക്കെ കിട്ടുമെന്നുണ്ടായിരിക്കും, വീണ്ടും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും, വീണ്ടും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മോഡലിനെ പറയുന്നതാണ് SOBA മോഡൽ. അതാണ് ബിഹേവിയറിന്റെ പ്രോസസ്സ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു.